അങ്ങനെ ഞങ്ങളും മേടിച്ചു ഒരു ഫുൾ ചിക്കൻ. എന്തിനാണെന്നല്ലേ, ചിക്കൻ പറുദീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അതിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തു. അതിലേക്ക് പിന്നെ ചേർത്തത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 മാഗി ക്യൂബ് ഇട്ടു. പിന്നെ ചേർത്തത് ഒരു 3-4 സ്പൂൺ മന്തി മസാലയാണ്. പിന്നെ അതുകൂടാതെ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തു. പിന്നെ അതിലേക്ക് ചേർത്തത് നാരങ്ങാനീര് നമ്മൾ ചിക്കൻ മസാല പുരട്ടുമ്പോൾ എന്തായാലും ചേർക്കാറുണ്ട് കേട്ടോ. തൈരും ചേർക്കും, അതിൻ്റെ ഒപ്പം തന്നെ നാരങ്ങാനീരും ചേർക്കും. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഓയിലാട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ആക്കാറില്ല. പകരം സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ അത് നല്ലപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കാരണം ചിക്കനിൽ അത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് പിടിച്ചാലാണ് ആ ചിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ വരഞ്ഞ ചിക്കനാട്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കും. ഇത് തേച്ച് പിടിപ്പിക്കുന്ന ആളുടെ കൈ പുകയാതെ നോക്കണം. കാരണം നല്ലോണം മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ അത് തേച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കും. ഒരു 3-4 മണിക്കൂർ അത് ഇരിക്കുമ്പോഴേക്കും നല്ലപോലെ ആ മസാല ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും ക്യാപ്സിക്കവും അതുപോലെ സവാളയും എല്ലാ സാധനങ്ങളും ടക്ക് അങ്ങോട്ട് ഇക്കാക്ക കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഈ സ്റ്റൗ പുതിയതാട്ടോ, ഇവൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി സ്റ്റൗവാണ്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ക്യാപ്സിക്കം പല കളറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ആക്കിയത്, അത് ഒഴിച്ചു. അതുപോലെ തന്നെ അത് നല്ലപോലെ ഒന്ന് ചൂടായപ്പം ആദ്യം നമ്മുടെ സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും ചേർക്കും, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും തക്കാളിയും അതിൻ്റെ കൂടെ മല്ലിച്ചെപ്പും പിന്നെ കറിവേപ്പില ഇല്ലാത്തൊരു കളിയില്ലല്ലോ, കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ പല കളറിലുള്ള ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കറിൽ വേവിക്കണോണ്ട് വെന്ത് കിട്ടണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി വരുമ്പം മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ നല്ലപോലെ മസാല തേച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ആ മസാല തേച്ച് വെച്ച ചിക്കൻ അതിനകത്തേക്കിടാം. അതുപോലെ ആ പാത്രത്തിൽ ബാക്കിയുള്ള മസാല എല്ലാം അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ പാത്രം ഒന്ന് കഴുകി ഒരിച്ചിരിക്ക് വെള്ളം ആ കുക്കറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ അത്രയേ ഉള്ളൂ അതിന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ എടുക്കുമ്പം അതിന് ലെഗൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പം നമ്മളുടെ പറുദീസ അത്രയ്ക്ക് അങ്ങോട്ട് പറുദീസ ആവില്ല. അതുകൊണ്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുമ്പം പെട്ടെന്ന് തന്നെ ഒരു 2 വിസിൽ വരാൻ പാകത്തിന് വേവിക്കുക. അതിന് മുമ്പ് കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന കുക്കറിന് വിസിൽ 2 എണ്ണം വന്നു. എന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യാൻ പരിചയമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു കുക്കറിലേക്ക് ആ അടപ്പ് ചാടിപ്പോയി. ഭാഗ്യത്തിന് കുക്കറിൽ ഒരുപാട് വെന്തിട്ടില്ല, കറക്റ്റ് പാകത്തിനാണ് ചിക്കൻ വെന്ത് കിട്ടിയത്. ഇനി ഹാൻഡിൽ വിത്ത് കെയറാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ആ ഗ്രേവി ഉണ്ടായിരുന്നത് അതെല്ലാം നല്ല പോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. അത് ഒരുപാട് വെള്ളമാകുമ്പം അതുപോലെ പറ്റിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ തിക്ക് ഗ്രേവി ആയി കിട്ടില്ല നമുക്ക്. അപ്പോൾ അത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് നല്ലപോലെ അത് ഇളക്കി കൊടുത്ത്, അല്ലെങ്കിൽ അടിക്കും പിടിക്കും, ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി ആ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരെ എടുക്കുന്ന പോലെ സൂക്ഷിച്ചെടുത്ത് നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പറ്റിച്ചെടുക്കുക. അതൊരു കുറച്ച് നേരത്തെ പ്രോസസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ തിക്ക് ഗ്രേവി നല്ലപോലെ ആ ചിക്കൻ്റെ മേത്തും അകത്തും ഒക്കെ നല്ലതായിട്ട് പിടിക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എല്ലാം കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി കഴിയുമ്പം കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതൊന്ന് അരച്ചത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ പറ്റിക്കുക. സംഭവം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ്, അല്ലാതെയും കഴിക്കാം കേട്ടോ.